മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, സതുദ്ദേശത്തോടുകൂടിയും ദുരുദ്ദേശത്തോടുകൂടിയും ചോദിക്കാറുണ്ട്, സാറിന് ഇവരുമായിട്ട് സംവാദം നടത്തിക്കൂടെ എന്ന്. ഒരു 2-3 സംവാദത്തിൻ്റെ അനുഭവം ഇവിടെ വിവരിക്കാം. ഒരു സംവാദത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അതിൽ എറണാകുളത്ത് അതിഗംഭീരമായിട്ട് നടന്ന ലളിത മഹായാഗം എന്നൊരു യാഗം നടന്നിരുന്നു. ശ്രീ ഗിരീഷ് കുമാർജിയാണ് തന്ത്രവിദ്യാപീഠത്തിലെ ഡയറക്ടറാണ് അതിൽ ഒരു ക്ലാസ് എടുത്തത്. തന്ത്രവിദ്യാപീഠത്തിലെ ഡയറക്ടറായിട്ടുള്ള എൽ ഗിരീഷ് കുമാറിൻ്റെ സുഹൃത്തായിട്ടുള്ള കലാനാഥൻ ജി എന്ന യുക്തിവാദിയുടെ മുടി ചൂടാമന്നനും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നേരിട്ട് അറ്റൻഡ് ചെയ്ത വ്യക്തി. ഈ കലാനാഥൻ സാറ് സ്റ്റേജിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു അത്ര, വളരെ ഗംഭീരമായിട്ട്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും ഓരോ സെല്ലുകളെക്കുറിച്ചും മനുഷ്യൻ്റെ തലച്ചോറിനെക്കുറിച്ചുമെല്ലാം ആധുനിക ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പഠിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ സയൻസ് ആ ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നത് മനസ്സിലാക്കാതെ ഇപ്പോഴും മനുഷ്യന് ദിവ്യത്വം നൽകിക്കൊണ്ട്, മനുഷ്യന് മഹത്വം നൽകിക്കൊണ്ട്, സയൻസിൻ്റെ പിൻബലമില്ലാതെ വെറുതെ ആത്മീയതയുടെ പിൻബലത്തോടു കൂടി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ശക്തിയുക്തം എതിർക്കാതെ എന്ത് ചെയ്യാനാണ്? അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകുന്ന അവസ്ഥയെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഇദ്ദേഹം പറഞ്ഞ പദാനുപത വേർഡിങ്സ് അല്ല, സന്ദേശമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം എൽ ഗിരീഷ് കുമാർ അദ്ദേഹം മൈക്കിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു ചോദ്യം ഈ യുക്തിവാദിയുടെ പരമാചാര്യനോട് ചോദിച്ചു. ശരിക്ക് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തെക്കുറിച്ചും അവയവത്തെക്കുറിച്ചും സെല്ലിനെക്കുറിച്ചും ആധുനിക ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞു എന്ന സ്ഥിതിക്ക് ആ അവയവങ്ങളും ആ സെല്ലുകളും എല്ലാം സയൻസ് കൊണ്ട് ഉണ്ടാക്കി കൂട്ടിച്ചേർത്താൽ മനുഷ്യനാവുമോ എന്നൊരു ചോദ്യം. അതെല്ലാം ഒരുമിച്ച് സയൻസ് കൊണ്ട് ഉണ്ടാക്കി കൂട്ടിച്ചേർത്താൽ മനുഷ്യനാവുമോ എന്നൊരു ചോദ്യം. ആ ചോദ്യം കേട്ട ഈ പരമാചാര്യൻ എങ്ങനെയാ ചിരിച്ചേറിയോ? അതിൽ പങ്കെടുത്ത എൻ്റെ സുഹൃത്ത് എറണാകുളത്തുകാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, കുറേ പേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മരത്തിൻ്റെ ചുവട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്നൊരു കാക്ക മുഖത്തേക്ക് വിസർജിച്ചാൽ ആ വ്യക്തിയുടെ ചിരി എങ്ങനെ ഉണ്ടായിരിക്കും? മറ്റുള്ളവർ കാണുക ഇത് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലൊരു ചിരി മാത്രമാണ് അദ്ദേഹം മറുപടിയായിട്ട് കൊടുത്തത് എന്ന് അവിടെ ഉണ്ടായിരുന്ന വ്യക്തി പറയണ്ടായി. ഇനി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ എതിർക്കാൻ എളുപ്പ വഴിയുണ്ട്. ഗോപാലകൃഷ്ണൻ പറയുന്നത് പച്ച കള്ളമാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്വം തീർന്നു. ഇനി രണ്ടാമത്തെ സംവാദം, അത് ഞാൻ നേരിട്ടുണ്ടായിരുന്ന ആളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഏഷ്യാനെറ്റുകാർ സംഘടിപ്പിച്ച സംവാദത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഏഷ്യാനെറ്റുകാർക്കൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഏഷ്യാനെറ്റിൽ ഈ മകരവിളക്ക്, മകരസംക്രാന്തി സമയത്ത് തെളിയുന്ന ജ്യോതി തനി തട്ടിപ്പാണെന്ന് പ്രൂവ് ചെയ്യിക്കണം. അതാണ് ഏഷ്യാനെറ്റുകാരുടെയും ലക്ഷ്യം. അതിലവരെ വിളിച്ച ആൾക്കാരുടെയും ലക്ഷ്യം. എന്നെയും വിളിച്ചു. ഇവര് കുറേ കാര്യങ്ങൾ ഇത് തനി തട്ടിപ്പാണ്, മനുഷ്യനുണ്ടാക്കുന്നതാണ്, കാട്ടുജാതിക്കാരുണ്ടാക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ അവരോട് വളരെ വ്യക്തമായിട്ട് ജോസഫ് എടമറുകിനോട് പറഞ്ഞ അതേ വരി, ജോസഫ് എടമറുകിനോട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്, ഇത് അതിനേക്കാൾ കുറേ മുമ്പാണ്. ഞാൻ പറഞ്ഞു, ശബരിമലയിലെ ശ്രീകോവിലിനകത്തെ വിഗ്രഹം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ശ്രീകോവിൽ ഉണ്ടാക്കിയത് മനുഷ്യനാണ്.
ആ അമ്പലം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, 18-ാം പടി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, അവിടുത്തെ അരവണ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, അവിടുത്തെ അപ്പം ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, അവിടുത്തെ പൂജാരി മനുഷ്യനാണ്, അവിടുത്തെ തന്ത്രി മനുഷ്യനാണ്, അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മനുഷ്യരാണ്, സെക്യൂരിറ്റിക്കാർ മനുഷ്യരാണ്. ഇതെല്ലാം അവിടെ ഡേ ടു ഡേ നടത്തുന്നത് മനുഷ്യരാണെങ്കിൽ ഈ മകരവിളക്ക് ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്നത് മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? ദീപാരാധന നടത്തുന്ന മനുഷ്യനാണ്, അടുത്തുള്ള വിളക്ക് കത്തിക്കുന്നത് മനുഷ്യനാണ്. അകലെയുള്ള പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ ജ്യോതി വിളക്ക് കർപ്പൂരം മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആകാശത്ത് നിന്ന് അയ്യപ്പൻ ഇറങ്ങി വന്ന് തീപ്പെട്ടി കൊള്ളി ഉരച്ചിട്ട് അവിടെ കർപ്പൂരം കത്തിച്ചിട്ട് ദൈവമാണ് കത്തിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ 18 പുരാണങ്ങളിലും 18 ഉപപുരാണങ്ങളിലും 4 വേദങ്ങളിലും ദർശനങ്ങളിലും ഉപവേദങ്ങളിലും നമ്മളുടേതായിട്ടുള്ള ഇതിഹാസങ്ങളിലും ഒരിടത്തും ഈ അയ്യപ്പ ജ്യോതിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ആരെങ്കിലും ഇടക്കാലത്ത് എഴുതിയ പുസ്തകം ഉണ്ടെങ്കിൽ ആധികാരിക ഹിന്ദു ഗ്രന്ഥമാണതെന്നും ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എല്ലാം മനുഷ്യൻ ചെയ്യാം. ശബരിമലയിലെങ്കിലും മകരജ്യോതി മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ ഏഷ്യാനെറ്റിലെ ഇത് കോമ്പയർ ചെയ്യുന്ന ആങ്കർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിനേക്കാൾ കൂടുതലുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവീകമാണെന്നില്ല. ഏത് വിളക്കും ദൈവീകമല്ലേ? യേശുക്രിസ്തുവിന്റെ ചിത്രം എടുത്താലും കാബയുടെ ചിത്രം എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിലിട്ടാൽ നിങ്ങൾ അതൊന്ന് ചവിട്ടുവോ? അതിൽ കാല് വെക്കുവോ? മഹാവിഷ്ണുവിന്റെ കലണ്ടർ ആണെങ്കിലും യേശുക്രിസ്തുവിന്റെ കലണ്ടർ ആണെങ്കിലും, കലണ്ടർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിത്രം, കാബയുടെ ചിത്രമാണെങ്കിലും അല്ലെങ്കിൽ ഖുർആൻ എഴുതിയ ചിത്രമാണെങ്കിലും നിങ്ങൾ അതിൽ കയറി ചവിട്ടുവോ? നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രത്തിൽ നിങ്ങൾ കയറി ചവിട്ടുവോ? നിങ്ങൾ ഊണ് കഴിക്കുന്ന ആ പാത്രത്തില് അല്ലെങ്കിൽ ചോറില് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തുപ്പുവോ? ഞാൻ സാമാന്യമായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഇതിനെന്താ പറയുക? ദൈവീകം എന്നല്ലേ പറയാ? ഹോളി എന്നൊരു വാക്കില്ലേ? ആ ഹോളി എന്ന വാക്ക് മകരജ്യോതിക്കും അല്ലെങ്കിൽ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന വിളക്കിനും ഉപയോഗിച്ചുവെങ്കിൽ അതേ വിളക്കാണ് ഹോളി എന്ന് പറയുന്നത്. സാധാരണ വിളക്ക് കത്തിച്ചിട്ടല്ലേ സ്കൂൾ കലാമേള വരെ ഉദ്ഘാടനം ചെയ്തത്? അത് അത്ര ഹോളി അല്ലെങ്കിൽ പിന്നെ എന്തിനീ കത്തിക്കാൻ പോകുന്നേ? എല്ലാ ഉദ്ഘാടനവും ഈ വിളക്ക് കത്തിച്ച് ചെയ്യുന്നത് അത് ഹോളി. അതിനു മുമ്പ് ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട്. ഹോളി ആയതുകൊണ്ടല്ലേ, ദൈവികമായതുകൊണ്ടല്ലേ. എന്തോ ഉറക്കെ പറഞ്ഞാലും ഉടുക്കാൻ നിർത്തിയാലും കുറെ ഷൗട്ട് ചെയ്താലും ഈ പൈതൃകത്തെയൊക്കെ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്ന് ധരിച്ച് ഇങ്ങനെയുള്ള വാദപ്രതിവാദത്തിന് എന്തിനാ പോകുന്നത് എന്ന് വെറുതെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അത് രണ്ടാമത്തെ സംവാദം. മൂന്നാമത്തെ ഒരു സംവാദം നടന്നു. അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ തിരുവല്ലത്ത്. അതിൽ ഞാനായിരുന്നു നടുക്ക്. ഇടത് സൈഡിലും മിശ്ര വിവാഹം നടത്തിയതിൻ്റെ വേറൊരു പരമാചാര്യനും വലത് സൈഡിൽ കലാനാഥൻ ജിയും തന്നെയായിരുന്നു. അപ്പോ ആദ്യം ഈ രണ്ടുപേരുടെ നടുക്ക് നിന്ന ഞാൻ അപ്പൊ തന്നെ പറയേണ്ടായി, യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ് ഞാൻ. അവിടെ 2 കള്ളന്മാരുടെ നടുക്ക് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി ഇവിടെ എന്നെ ആ പ്രക്രിയയ്ക്ക് വിധേയമാക്കാനാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഞാനതിൻ്റെ ശരിക്ക് എൻ്റെ അടുത്ത്, അതും ഏഷ്യാനെറ്റുകാരുടെ തന്നെയായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ്. ഇവിടെ വെച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറിൻ്റെ അർത്ഥത്തിൽ ദൈവമുണ്ടോ ഇല്ലയോ? ഞാൻ ചോദിച്ചു, എത്ര സമയമുണ്ട് എനിക്ക് പറയാൻ? സാർ എത്ര വേണമെങ്കിൽ എടുത്തോളൂ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് ചുരുങ്ങിയ വരിയിൽ പറഞ്ഞു, 1.25 കിലോഗ്രാം ഭാരമുള്ള ഈ തലച്ചോറിനകത്ത് നമ്മൾ കേട്ട എത്ര പാട്ടുകൾ വാക്കുകളാണ് വെച്ചിരിക്കുന്നത്, നമ്മൾ കണ്ട എത്ര ദൃശ്യങ്ങളാണ് തലച്ചോറിനകത്ത് വെച്ചിരിക്കുന്നത്, നമ്മൾക്ക് സുഗന്ധം അറിയാവുന്ന എത്ര ഗന്ധമാണ് തലച്ചോറിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു മുല്ലപ്പൂ മൂക്കിൽ വെച്ച് കഴിഞ്ഞ് കണ്ണ് കെട്ടി മുല്ലപ്പൂ മൂക്കിൽ വെച്ചാലും അത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധമാണെന്ന് നമ്മൾ പറയും. എത്ര ടേസ്റ്റുകളാണ് നാക്കിലൂടെ അനുഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ വെച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ വാക്കുകളും പറയുമ്പോൾ ഈ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുന്നത്, അതുപോലെ ബ്ലഡ് 60,000 km/min സർക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അറിയാതെ പെർഫെക്റ്റ് ആയിട്ട് ദഹിക്കുന്നത്, ആ ഭക്ഷണത്തിൽ എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ, ഫാറ്റ് ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ,
അത് ദഹിക്കാൻ പാകത്തിന് മാത്രം എൻസൈമുകൾ അമിലേസും ലിപ്പേസും പ്രോട്ടിയേസും പുറപ്പെടുവിക്കുന്നത്. ഭക്ഷണം വായിലേക്ക് ചെന്നാൽ കറക്റ്റ് അളവിൽ സലൈവ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാക്ക് ഭക്ഷണത്തെ പല്ലിൻ്റെ ഇടയിലേക്ക് തട്ടിക്കൊടുത്താൽ പല്ലത് കടിച്ച് ചവച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ സ്റ്റൊമക്കിലെത്തുമ്പോഴത്തേക്കും സ്റ്റൊമക്ക് അതിനെ പ്രസ് ചെയ്ത് ദഹിപ്പിക്കുന്നത്. കുറേശ്ശെയായിട്ട് ഡുവോഡിനം വഴിക്ക് 22 അടി നീളമുള്ള ഇൻഡസ്റ്റൈനിലേക്ക് ആ ഇൻഡസ്റ്റൈൻ ഈ ദഹിപ്പിച്ചതെല്ലാം കുറേശ്ശെ എടുത്ത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും കറക്റ്റായിട്ട് എത്തിക്കുന്നത്. ഇങ്ങനെ ഒരു ശരീരത്തിൽ അകത്ത് നടക്കുന്ന ഇത്രയും ഉജ്ജ്വലമായ പ്രവൃത്തികൾ, ബയോകെമിക്കൽ പ്രോസസ്സ്, ഇത് മനുഷ്യന്റെ മാത്രമല്ല, 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ, പിന്നെ സസ്യങ്ങളുടെയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത്രയും ജന്തുക്കളിൽ ഇതേപോലെ ഇരയും ഇണയും കോഡിഫൈ ചെയ്ത് കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെയാണ് ഹിന്ദുക്കൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ചക്ഷുഷാ ന പശ്യതി. അത് ചെവി കൊണ്ട് കേട്ട് വിവരണം കേട്ട് അറിഞ്ഞു വിലയിരുത്താൻ പറ്റില്ല. ശ്രോത്രേണ ന ശൃണോതി. അത് തന്നെ യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാ സഹ. അത് വാക്കുകളും വരികളും കൊണ്ട് വിവരിച്ചു കൊടുക്കാനും സാധിക്കില്ല. കാരണം അതിനെ മനസ്സുകൊണ്ട് മനനം ചെയ്യാനേ സാധിക്കില്ല. തദേവ ബ്രഹ്മത്വം വിദ്ധി. അതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കുക എന്ന് ഞാൻ വിവരിച്ചു. അതിന് മഹാനായ കലാനാഥൻ സാറിനോട് ഏഷ്യാനെറ്റിലെ ആങ്കർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈശ്വരനെ കുറിച്ച്? ആ മനുഷ്യനെ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞൊരു വരി എന്താ അറിയോ? ഗംഭീരമായിട്ട് ആണ് പറഞ്ഞത്. എന്തൊക്കെയോ ഈ മനുഷ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ഒരുവനും മനസ്സിലാകാത്ത തരത്തിൽ പറയാനുള്ള കാരണം അങ്ങേർക്ക് ഗോപാലകൃഷ്ണൻ എന്ന എനിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുകൂടാ. അതൊന്നും അല്ല ദൈവം. അപ്പൊ ഞാൻ ചോദിച്ചു, അതല്ല ദൈവമെങ്കിൽ പിന്നെ ഏതാ ദൈവം? അങ്ങനെ ഒന്നില്ല. ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളത് കറക്റ്റ് സംസ്കൃതവും ബയോകെമിസ്ട്രിയും ചേർത്തിട്ടല്ലേ പറഞ്ഞത്. ഒരു ഡെഡ് ബോഡിയിൽ ഈ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. ലിവിങ് ബോഡിയിൽ ഇതെല്ലാം നടക്കുന്നു. ആ ശക്തി ശരീരത്തിലുള്ളത് കൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അത് നിങ്ങളിലുള്ളത് കൊണ്ടാണ് തത് ബ്രഹ്മാത്വമസി എന്ന് പറയുന്നത്. ഏതായാലും ആ ചർച്ച കൂടുതലായിട്ട് നീണ്ടുപോയില്ല. എവിടെയോ അത് ബ്രേക്കായി. അതങ്ങനെ അതൊരു സംവാദത്തിൽ നടന്നു. അടുത്ത കാലത്ത് പുനർജന്മത്തെക്കുറിച്ച് അതിഗംഭീരമായിട്ട് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ, അദ്ദേഹവും യുക്തിവാദിയായിരുന്നു, പ്രൊഫസർ ബ്രയൻ എൽ വൈസ്, ഒരു പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അനവധി ജന്മങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. ആ ജന്മങ്ങളെക്കുറിച്ച് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കർമ്മബലത്തെക്കുറിച്ച് വിവരിച്ചതിൻ്റെയും കാതറിൻ എന്ന പെൺകുട്ടി വിവരിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആൾ ഇന്ത്യ റേഡിയോയിൽ ഞാനൊരു ടോക്ക് കൊടുത്തു. 10-12 മിനിറ്റായിരുന്നു ടോക്ക്. അത് അരമണിക്കൂർ ഉണ്ടായിരുന്നു. കുറേ പേരിങ്ങനെ ടെലിഫോണിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റായപ്പോൾ ഒരാൾ കണ്ണൂരിൽ നിന്ന് വളരെ ഗംഭീരമായിട്ട് 1 മിനിറ്റ് പോലും ഉത്തരം പറയാൻ അവസരം നൽകാതെ അടിച്ച് കലക്കി ഒരു കമന്റ് ആ 30ാമത്തെ മിനിറ്റ് തീരുന്നത് വരെ എതിരാളിയെ സംസാരിപ്പിക്കാൻ ഉത്തരം കൊടുക്കാൻ അനുവദിക്കാതെ അദ്ദേഹം പറഞ്ഞു, തനി അന്ധവിശ്വാസവും ദുരാചാരവും എന്തിനാ സാറെ പ്രചരിപ്പിക്കുന്നത് എന്ന് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ആൾ ഇന്ത്യ റേഡിയോക്കാർക്ക് അത് കട്ട് ചെയ്യാൻ ഒരു ഭയം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെയും എനിക്ക് അനുകൂലമായിട്ടും ആൾ ഇന്ത്യ റേഡിയോക്കാർ പ്രവർത്തിച്ചു എന്ന് വരുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് അത് കട്ട് ചെയ്തുമില്ല. അയാളുടെ പ്രഖ്യാപനത്തോടുകൂടി ആ പ്രഭാഷണം നിന്നു. അതിന് മറുപടി കൊടുക്കാൻ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. തനി ചീള് കേസായിരുന്നു. അയാളുടെ കമന്റ് പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട് ആ സമയം അവസാനിപ്പിച്ചിട്ട് ഉറക്കെ പറയുകയും ഒടുക്കം നിർത്തുകയും ഒന്നും അറിയാത്ത രീതിയിലുള്ള വരികൾ തനി തറ രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ അത് 4ാമത്തെ സംവാദം. അങ്ങനെ ഒരു സംവാദം എൽ ഗിരീഷ് കുമാറും ഇദ്ദേഹവും, 2ാമത്തേത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ, 3ാമത്തേത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ, 4ാമത്തേത് സംവാദമായിരുന്നില്ല, ചോദ്യോത്തരായിരുന്നു. അത് അങ്ങനെ ആക്കി തീർത്തു.
ഇങ്ങനെയുള്ള സംവാദത്തിൽ ഉത്തരം പറയാൻ പോകണമോ? വെറുതെ എന്തൊക്കെയോ പറഞ്ഞ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്മകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സോടുകൂടി ഇറങ്ങി പുറപ്പെടാത്തതെല്ലാം നശിച്ചിട്ടുണ്ട്. നാലോചിക്കുക, ജല്ലിക്കെട്ട് വളരെ ഗംഭീരമായിട്ട് 130 പേര് ചേർന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. എന്തിനായിരുന്നു അറിയോ? ചെന്നൈയിൽ വെള്ളപ്പൊക്കം വന്നാൽ സഹായിക്കാൻ. അത് കയറി ജല്ലിക്കെട്ടിന് അനുകൂലമായിട്ടുള്ളൊരു ഗ്രൂപ്പായി. അത് 130 1000-ആയി, 10,000-മായി, 3 ലക്ഷമായി, അതിനേക്കാൾ കൂടുതലായി. അവസാനം തമിഴ്നാട് കത്തുന്ന ലെവലിലേക്ക് എത്തി. എന്നിട്ട് ഇത് പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് ഇനിയുമുണ്ട്. ഇവിടെ നക്സലിസം എന്നൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മാവോയിസ്റ്റുകൾ വേറൊരു വിഭാഗം. ആന്റി ഹിന്ദി അജിറ്റേഷൻ ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന കരുണാനിധി 4 കൊല്ലം മുമ്പ് കുറെ കൂടി ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ദീർഘസുമംഗലി യോഗമുള്ള 11 വയസ്സായിട്ടുള്ള ഒരു പെണ്ണിനെ കെട്ടി ഈ കരുണാനിധി എന്ന വയോവൃദ്ധൻ. അന്ധവിശ്വാസത്തിനെതിരെ പോരാടിയ പെരിയോർ എന്ന് പറയുന്ന രാമസ്വാമി നായ്ക്കർ ചെയ്തു കൂട്ടിയത് ഭയങ്കരായിരുന്നു. ആത്മീയ മണ്ഡലത്തിൽ അകത്തും പുറത്ത് നിരീശ്വരവാദിയുടെ മണ്ഡലത്തിലുമൊക്കെ ഈ കുറെ നശീകരണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെന്ന് എത്തുന്നത് എവിടെയാ? ചുംബന സമരം ഉണ്ടായിരുന്നു. അത് ശിവസേനയ്ക്കോ RSSനോ എതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞ് തുടങ്ങി. കുറെ കഴിഞ്ഞ് ഇതൊക്കെ നടത്താൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ മകൾക്കും സഹോദരിക്കും ഭാര്യമാർക്കും ഫ്രീ ആയിട്ട് വേശ്യാലയത്തിൽ കിട്ടുന്ന അനുഭവം നൽകാനായിട്ട് പെണ്ണുങ്ങൾ മുമ്പിൽ വന്നപ്പോ അത് പിന്നെ അവസാനം സപ്പോർട്ട് ചെയ്തവർ തന്നെ എടുത്ത ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ താലി പൊട്ടിച്ചതിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഇപ്പൊ ആ ഭർത്താക്കന്മാര് താമസിക്കുന്ന വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ താലി കൊണ്ടേ പോവാൻ പറ്റുള്ളൂ എന്നുള്ള ലെവലിലേക്ക് ആയിട്ടുണ്ട്. എന്തിനാ സംവാദത്തിനും അതിനൊക്കെ പോകുന്നത്? നമുക്ക് അറിയാനും അറിയിക്കാനും സാധിക്കുന്നത് ചെയ്യാൻ നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ. അതല്ലാതെ പഴയ കാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങൾ, അതും ബൈബിളും ഖുറാനും ഒന്നും തൊടില്ല. ഹിന്ദു ഗ്രന്ഥങ്ങൾ മാത്രമേ തൊടുള്ളൂ. അതിന് കാരണമുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് കിട്ടുന്ന ലൈൻ തന്നെ വേറൊന്നാണ്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. ഇതൊക്കെ പറയാൻ ഒന്നേ ഉള്ളൂ. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ചാർവാകന്മാർ അന്നും ഇന്നുമൊക്കെ വേണമല്ലോ. കംസന്മാരും അതുപോലെ തന്നെ രാവണന്മാരും ഹിരണ്യകശിപുമാരും അന്നും ഉണ്ടായിരുന്നു. അവരുടെ പുനർജന്മമായിട്ട് പിന്നെയും ഉണ്ടാവണ്ടേ. അതുകൊണ്ട് ഹിന്ദു ഗ്രന്ഥങ്ങൾക്കോ ഹൈന്ദവ ചിന്താധാരകൾക്കോ എതിരെ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും വർക്ക് ചെയ്യുന്നു എങ്കിൽ 18,000 വിളക്ക് കത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് 42,000 ക്ഷേത്രങ്ങളായിട്ട് കേരളത്തിൽ ഉയരുമായിരുന്നില്ല. ഇത്രയും അധികം വ്യക്തികൾ മകരസംക്രാന്തി ദിവസം ശബരിമലയിലേക്ക് പോകുമായിരുന്നില്ല. ഇത്രയും ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുമായിരുന്നില്ല. പ്രഭാഷണം കേൾക്കാനും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വാങ്ങിക്കാനും ഇത്രയും അധികം വ്യക്തികൾ വരുമായിരുന്നില്ല. DC ബുക്സ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ ഹിന്ദു പബ്ലിക്കേഷൻസ് ഇത്രയും ഹൈന്ദവ പുസ്തകങ്ങൾ ഇറക്കുമായിരുന്നില്ല. മാതാ അമൃതാനന്ദമയ്യെ കാണാൻ ഇത്രയും വലിയ ക്യൂ ഉണ്ടാകുമായിരുന്നില്ല. ലക്ഷക്കണക്കിന് വ്യക്തികൾ സായിബാബയുടെ പുട്ടപർത്തിയിൽ സായിബാബ സമാധിയായിട്ടും പോകുമായിരുന്നില്ല. 10 ലക്ഷം വ്യക്തികൾ വെച്ച് വർക്കിംഗ് ഡേയിൽ ഋഷികേശിലും ഹരിദ്വാറിലും ഗംഗയിൽ കുളിക്കാനായിട്ട് പോകുമായിരുന്നില്ല. ഇത്രയും ത്യാഗം അനുഭവിച്ച് 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് കൈലാസത്തിലേക്ക് ആൾക്കാർ പോകുമായിരുന്നില്ല. അമർനാഥിലേക്ക് ആൾക്കാർ പോകുമായിരുന്നില്ല. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ 14 ഇഞ്ച് പൊക്കമുള്ള ഒരു ശബരിമല ശാസ്താവിന്റെ വിഗ്രഹം കാണാൻ 8.5 മണിക്കൂർ കോച്ചി വലിക്കുന്ന തണുപ്പത്ത് 1/2 സെക്കൻഡ് നേരം കാണാൻ ക്യൂ നിൽക്കുമായിരുന്നില്ല. 45 ലക്ഷത്തോളം സ്ത്രീകൾ ചുറ്റും തീ കത്തിച്ചു മുകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചുവട്ടില് AK ആന്റണിയുടെ ഭാര്യ എലിസബത്ത് രാജ്ഞി ഉൾപ്പെടെ പൊങ്കാലയിടാൻ വരുമായിരുന്നില്ല. ഇവരായിരുന്നു ജയിച്ചിരുന്നതെങ്കിൽ. മനസ്സിലായല്ലോ ഇല്ലേ? പ്രണാമം, നമസ്കാരം.